നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. KPCC ഭാരവാഹിക പട്ടിക വന്നപ്പോൾ എ ഗ്രൂപ്പിൽ നിരാശ. ഗ്രൂപ്പ് നേതൃത്വം പല വഴിയായതിനാൽ നാഥനില്ലായ്മ പുനഃസംഘടനയിൽ ദൃശ്യമാണെന്ന് താഴെത്തട്ടിലെ നേതാക്കളുടെ വിലയിരുത്തൽ. കുറച്ചുകൂടി പരിഗണന ഗ്രൂപ്പ് അർഹിക്കുന്നുണ്ടെന്നും പറയുന്നവരും ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതുതന്നെ കിട്ടിയത് ഭാഗ്യമെന്ന് പറയുന്നവരുമുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നേതൃത്വത്തിൽ പല അഭിപ്രായങ്ങളായതോടെ എ ഗ്രൂപ്പിന്റെ വിലപേശൽ ശേഷി കുറഞ്ഞു. അതേസമയം ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്ന എ ഗ്രൂപ്പിന്റെ കേഡർ സംവിധാനം അതുപോലെ താഴെത്തട്ടിലുണ്ടെന്നാണ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സീറ്റു ചർച്ചയിൽ ശക്തമായി ഇടപെടാൻ കഴിയുമെന്ന പ്രതീക്ഷയും അവർ പുലർത്തുന്നു. KPCC പുനഃസംഘടനയിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും താൽപര്യങ്ങൾക്കാണ് ജില്ലയിൽ കൂടുതൽ പരിഗണന ലഭിച്ചത്. ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്നപ്പോൾ കമ്മിറ്റിയിൽ സഹഭാരവാഹികളായിരുന്നവർക്ക് പുനഃസംഘടനയിൽ പരിഗണന കിട്ടിയില്ലെന്ന പരാതിയും ഉയർന്നു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി PV ഷാജഹാൻ അടക്കം പരസ്യ പ്രസ്താവനകളുമായി രംഗത്ത് വന്നു. പാർട്ടിക്ക് വേണ്ടി ജയിലിൽ പോയവർക്ക് പരിഗണനയില്ല, പെട്ടിപിടിക്കുന്നവർക്കാണ് സ്ഥാനമാനങ്ങളെന്ന് അവരുടെ പരാതി. എ വിഭാഗത്തിൽ നിന്ന് മുതിർന്ന നേതാവ് അബ്ദുൽ മുത്തലാഖിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തിയപ്പോൾ മുൻ മേയർ ടോണി ചമ്മാണിക്ക് പ്രമോഷൻ കിട്ടിയില്ല. അതേസമയം KC വേണുഗോപാലിന്റെ അനുയായി MR അഭിലാഷിന് ജനറൽ സെക്രട്ടറിയായി പ്രമോഷൻ കിട്ടി. രമേശ് ചെന്നിത്തലയുടെ അനുയായിയായി അറിയപ്പെടുന്ന പൊതുവെ ഗ്രൂപ്പുകൾക്കെല്ലാം സ്വീകാര്യനായ MK രാജുവും ജനറൽ സെക്രട്ടറിയായി. KC വിഭാഗത്തിന്റെ അക്കൗണ്ടിൽ ദീപ്തി മേരി വർഗീസ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാനായി. വൈസ് പ്രസിഡന്റായതോടെ ഹൈബി ഈഡൻ പാർട്ടി നേതൃത്വത്തിലേക്ക് എത്തി. മുൻ MLA PV സജീന്ദ്രൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നപ്പോൾ മാത്യു കുഴൽനാടൻ MLA വൈസ് പ്രസിഡന്റായി പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക് തിരിച്ചെത്തി. VJ പൗലോസ് ഒഴിവായതിനാൽ വൈസ് പ്രസിഡന്റ് സീറ്റ് കിട്ടിയ ജെയ്സൺ ജോസഫിനും ഭാരവാഹിത്വത്തിലേക്ക് തിരിച്ചുവരാനായി. ഗ്രൂപ്പ് സാമുദായിക പരിഗണനയ്ക്ക് മുൻതൂക്കം നൽകിയാണ് ഭാരവാഹികളെ നിശ്ചയിച്ചതെന്ന പരാതികൾ നിലനിൽക്കുമ്പോൾ തന്നെ ഈഴവ സമുദായത്തിന് വേണ്ട പരിഗണന കിട്ടിയില്ലെന്ന ആക്ഷേപവുമുണ്ട്. ജോയിന്റ് സെക്രട്ടറിമാരെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും പ്രഖ്യാപിക്കുമ്പോൾ പരാതികൾ പരിഹരിക്കപ്പെടുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്.